കണ്ടോ ഇതെന്ത് രസമുള്ളൊരു കാഴ്ചയാണല്ലേ. ഓ, ശരിക്കും പാരൻസിനെ പോലെ തന്നെ അല്ലേ ആ കുഞ്ഞിൻ്റെ അച്ഛനോ അമ്മയോ അവരുമായിട്ട് കളിക്കുമ്പോഴുള്ള ഒരു ഫീലല്ലേ ശരിക്കും. എന്ത് നന്നായിട്ട് കെയർ ചെയ്യണത്. ഇങ്ങനെയൊക്കെ ശരിക്കും ആരാ കെയർ ചെയ്യുക? ഇത് ഒരു എന്തെങ്കിലും ഒരു എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ള ഒരു സ്നേഹമല്ല, ഒരു കണ്ടീഷണൽ ലവ് അല്ല ഇത്. ഒന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. എന്താ പറയുക, അവർക്ക് ശരിക്കും നമ്മൾ കൊടുക്കുന്നത് ഒരു നേരത്തെ ഫുഡ്, അല്ലെങ്കിൽ ഒരു 2-3 നേരം ഫുഡ് കൊടുക്കും അല്ലേ. പിന്നെ അവർക്ക് കിടക്കാനുള്ള ഒരു സ്ഥലം മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇതൊക്കെ എല്ലാം കൊടുത്തിട്ടും എല്ലാം ഫുഡൊക്കെ 3 നേരം 4 നേരം ഫുഡൊക്കെ വെച്ച് കൊടുത്തിട്ടും വീടുകളിൽ ഓരോരുത്തർ അല്ലേ, മനുഷ്യരുടെ കാര്യമാണ് പറയുന്നത്. മനുഷ്യർ കാണിക്കുന്ന ക്രൂരതകൾക്ക് ഇതൊക്കെ എന്താ പറയുക അല്ലേ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഓരോ ഹസ്ബൻഡുമാരും അല്ലെങ്കിൽ വൈഫുമാരൊക്കെ എല്ലാം ചെയ്ത് കൊടുത്തിട്ട് പോലും പരസ്പരം അവർ സംസാരിക്കുകയോ അവർ 2 വ്യക്തികൾ ആ വീട്ടിൽ കഴിയുന്നു എന്നുള്ളതല്ലാതെ പലരും പറയുന്ന അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ജീവിതത്തിൽ ഇതൊക്കെ എന്ന് പറയുന്നത് ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ അവർ കാട്ടുന്ന കണ്ടില്ലേ ഒരു കുഞ്ഞിനെ. ഇതൊക്കെ നമ്മളൊരു കുഞ്ഞിനെ ഇപ്പം നോക്കണമെങ്കിൽ എത്ര 10-30,000 രൂപ കൊടുത്ത് വേണം കുഞ്ഞിനെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ എന്നാൽ പോലും അവർ പ്രോപ്പറായിട്ട് നോക്കില്ല. നമ്മൾ ക്യാമറ വരെ വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ സെർവൻറ്റിനൊക്കെ നമ്മൾ വീട്ടിൽ നിർത്തുന്നത്. ഇത് കണ്ടില്ലേ, എന്താ എനിക്കറിയില്ല എങ്ങനെ ഞാനിതിനെ വർണ്ണിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. എന്ത് സ്നേഹമാണ് കണ്ടോ, കെയർ ചെയ്യാണ്. അത് ഉറങ്ങുന്ന വരെ ഉണർന്നിരിക്കും, ഉണരുന്നത് വരെ, കുഞ്ഞ് ഉണരുന്നത് വരെ ഉണർന്നിരിക്കും ഈ പട്ടി. ശരിക്കും നമ്മൾ എല്ലാ വീടുകളിലും ഒരു പട്ടിയെ വളർത്തണം അല്ലേ. മനുഷ്യരെക്കാൾ ഏറെ സ്നേഹമുള്ള ജീവിയാണിത്. മനുഷ്യൻ കഴിഞ്ഞാൽ തന്നെ പ്രോപ്പറായിട്ട് ബ്രെയിൻ യൂസ് ചെയ്യുന്ന ഒരു ജീവിയാണ്. നമ്മൾ പലപ്പോഴും ഈ പട്ടി കടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്, ശരിക്കും പട്ടി കടിക്കുന്നത് അവരെ നമ്മൾ ഉപദ്രവിക്കുന്നതുകൊണ്ട് മാത്രമാണ് അല്ലേ. ഒരിക്കലും ഇവർ നമ്മൾ ഉപദ്രവിക്കില്ല, വെറുതെ ഉപദ്രവിക്കില്ല. ക്രൂരമായിട്ട് മനുഷ്യർ കല്ലെടുത്തെറിഞ്ഞും ചൂടുവെള്ളം മേലേക്ക് ഒഴിച്ചിട്ടൊക്കെ അങ്ങനെയൊക്കെ പട്ടികളെ ഒരുപാട് ഉപദ്രവിക്കാറുണ്ട്. ഇപ്പോൾ ഇവർക്ക് നല്ലൊരു ഷെൽട്ടർ ഇല്ലാത്തതുകൊണ്ടാണ് ഇവർ ഈ തെരുവ് പട്ടികളാവുന്നത്. ഇപ്പം മനുഷ്യരെ സംരക്ഷിക്കാൻ വീടുകൾ ഗവൺമെൻറ് ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇതും ഒരു ജീവിയാണ്, അതിനെ സംരക്ഷിക്കണം ഗവൺമെൻറ്. അതിൻ്റേതായ രീതിയിൽ എന്തെങ്കിലും ഷെൽട്ടർ പോലെ എന്തെങ്കിലും, അല്ലെങ്കിൽ അതിനെ നിയോഗിക്കണം. എത്രയും ആളുകൾ തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞിട്ടുള്ള അവസ്ഥയിലൂടെ ഉണ്ട്. അവരെയൊക്കെ സംരക്ഷിക്കാനുള്ള ഷെൽട്ടറും അവരെ സംരക്ഷിക്കാനുള്ള ആളുകളെയും ഗവൺമെൻറ് ഒരുക്കണം. ഇപ്പോൾ ഇങ്ങനെയുള്ള പട്ടികളൊക്കെ ട്രെയിൻ ചെയ്യിപ്പിച്ചാൽ അവർ ശരിക്കും നമ്മളുടെ ഈ പോലീസുകൾക്കൊക്കെ തന്നെ ഒരു ഗാർഡ് അല്ലേ. പോലീസ് ഇപ്പോൾ മറ്റേ ഗാർഡ് ഡോഗ്സൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ഇപ്പം ഒരു പിന്നെ ഡിറ്റക്റ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ ഇവരെ ട്രെയിൻ ചെയ്യിപ്പിച്ചാൽ മതി. നല്ല ട്രെയിനേഴ്സിനെ കൊണ്ടുവന്ന് അവർക്കൊരു ജോലിയും ആവും. ഇത് നല്ലൊരു കാര്യം കൂടിയാണ്. നമ്മുടെ നാട്ടിൽ പട്ടികൾ പെരുകി മനുഷ്യർക്ക് ദോഷമാകുന്നു എന്നൊക്കെ പറഞ്ഞ് അവരെ കൂട്ടമായിട്ട് വന്ധീകരണം നടത്തുകയും നശിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിന് ശരിക്കും ഇങ്ങനെ എന്തെങ്കിലും ചെയ്താൽ പോരെ. എനിക്ക് തോന്നിയതാട്ടോ ഇതിപ്പോൾ. ഇതിന് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല, എങ്കിലും എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞെന്നുള്ളൂ. ഇതെല്ലാം നല്ല ജീവികളല്ലേ.